ഗൈസ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത്തവണത്തെ വെക്കേഷൻ അടിച്ചു പൊളിക്കാൻ ഞങ്ങൾ ആദ്യമായിട്ട് പോയത് നമ്മുടെ ഫോറം കൊച്ചിയിലായിരുന്നു കേട്ടോ, പെപ്പാ പിഗ് ഇവന്റിന്. അതിന്റെ ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരുപാട് പേര് കണ്ടു. അതിന്റെ ലോങ് വ്ലോഗ് കൂടിയാണ് കേട്ടോ ഇത്. എല്ലാവരും വ്ലോഗ് മൊത്തം കാണണേ. ദേവനന്ദേനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. നമ്മുടെ മാളികപ്പുറം എന്ന് പറഞ്ഞാൽ ആ മോളെ എല്ലാവരും അറിയുള്ളൂ കേട്ടോ. ദേവനന്ദ എന്ന് പറഞ്ഞാലും അറിയും. നമ്മുടെ ഉണ്ണിമുകുന്ദന്റെ ഒക്കെ കൂടെ മാളികപ്പുറം സിനിമ അഭിനയിച്ചില്ലേ, ആ കുട്ടിയാണ് കേട്ടോ. പിന്നെ ഇൻസ്റ്റഗ്രാമിൽ വൈറലായ നമ്മുടെ ക്രേസി സിസ്റ്റേഴ്സിനെ അറിയില്ലേ, പാത്തൂസിന്റെ ചേച്ചിയും ചിലപ്പോൾ ഉണ്ടാകും. പിന്നെ നമ്മളും യൂട്യൂബിൽ നിന്ന് നമ്മളെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ എനിക്ക് തോന്നണേ, അറിയില്ല കേട്ടോ. ഇനി അവിടെ ചെല്ലുമ്പോഴാണ് ആരൊക്കെ ഉണ്ടാവും എന്നൊക്കെ മനസ്സിലാവണത് അല്ലേ ചേ. ഭയങ്കര എക്സൈറ്റഡ് ആണ് ഗൈസ്, ഒരുപാട് സന്തോഷമുണ്ട്. മെയിൻ ആയിട്ട് സംഭവം എന്താന്ന് വെച്ചാൽ കുട്ടികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കാർട്ടൂൺ ക്യാരക്ടറാണ് ഈ പെപ്പാ പിഗ് എന്ന് പറയുവേ. ഇതിനു മുമ്പ് നമ്മൾ എവിടെയോ പോയപ്പോ ലുലുലാണെന്ന് തോന്നുന്നു ഈ പെപ്പാ പിഗിനെ കണ്ടിട്ടുണ്ട്. അവിടെ ഈ പ്രോഗ്രാം നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ ഫോറമാളിലെ അതേ പ്രോഗ്രാമിന് നമ്മൾ ഇൻവൈറ്റ് ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അപ്പൊ പെപ്പാ പിഗിന്റെ പ്രോഗ്രാം നമുക്ക് പോയി അടിച്ചു പൊളിക്കാം. കുറെ കുട്ടികളുണ്ടാവും. ഇത് ബുക്ക് ചെയ്യണം കേട്ടോ. നേരത്തെ മറ്റെന്താ ബുക്ക് മൈ ഷോ വഴി ഇത് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് വേണം ഈ ഷോയ്ക്ക് നമുക്ക് പോകാൻ വേണ്ടി. കയറി ചെല്ലുമ്പോൾ തന്നെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് കേട്ടോ പെപ്പാ പിഗിന്റെ ഇവന്റ് സെറ്റ് ചെയ്തിരുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. കുട്ടികളെ പെട്ടെന്ന് അട്രാക്ട് ചെയ്യും. ഇപ്രാവശ്യം വെക്കേഷൻ അവർക്ക് എങ്ങോട്ട് പോകണമെന്ന് ഡൗട്ട് അടിച്ചിരിക്കേണ്ട ആവശ്യമേ ഇല്ല. നേരെ ഫോറം കൊച്ചിയിലേക്ക് പോയാൽ മതി. കണ്ടില്ലേ, കയറി ചെല്ലുമ്പോൾ അത് വിഷുവിന്റെ ടൈം ആയിരുന്നല്ലോ, അതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് അവിടെ അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അടുത്ത മാസം നമ്മുടെ ഏപ്രിൽ മെയ് ഫുൾ 2 മാസം വെക്കേഷൻ ഫുൾ ഇത് അവിടെ ഉണ്ടാകും. നിങ്ങൾക്ക് എല്ലാവർക്കും പോയി കാണാം. കുഞ്ഞപ്പനാണെങ്കിൽ ചെന്ന പാടെ ഒരു കുഞ്ഞു കൂട്ടുകാരിനെ കിട്ടിയിട്ട് എൻ്റെ പൊന്നെ ഒന്നും പറയണ്ട, എന്തൊരു കളിയായിരുന്നെന്നറിയാവാ. പെപ്പ വന്നിട്ടില്ല. അപ്പം ഞങ്ങൾ ആദ്യമേ അവിടെ എത്തി കേട്ടോ. അപ്പോൾ പെപ്പേനെയും ജോർജിനെ, പെപ്പയുടെ ബ്രദറാണ് ജോർജ്, അപ്പോൾ പെപ്പേനെയും ജോർജിനെയും ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നേ. അങ്ങനെ ഇവർ കളിച്ച് ഒരു പരുവായപ്പോഴത്തേക്കും പയ്യെ നമ്മുടെ ദേവനന്ദക്കുട്ടിയും പാത്തൂസൊക്കെ വന്നെന്ന് അവർ നേരത്തെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ ഞങ്ങൾ ഇതേ അങ്ങോട്ട് ചെന്നപ്പോൾ ദേവനന്ദക്കുട്ടിയെ കണ്ടു. ആദ്യമായിട്ടാണ് ഞങ്ങൾ നേരിട്ട് കാണുന്നത്, സംസാരിക്കുന്നതൊക്കെ. അപ്പോൾ കുറേ ഓൺലൈൻ മീഡിയക്കാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ദേവനന്ദക്കുട്ടി ഉള്ളത് കൊണ്ടായിരിക്കും എല്ലാവരും വന്നത്. എല്ലാവരും അവളുടെ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും നമ്മുടെ പാത്തൂസും ചേച്ചിയും അവളുടെ അമ്മയും കൂടി വന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. റെഡ് ഉടുപ്പൊക്കെ ഇട്ട് നല്ല നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ നല്ല ക്യൂട്ടാണ് പാത്തൂസിനെ കാണാനേ. അങ്ങനെ കുഞ്ഞപ്പനാണെങ്കിൽ ഫ്രണ്ടിലെ 2 പല്ല് പോയ ടൈമായിരുന്നു. ഒരുമിച്ച് 2 പല്ല് പോയിട്ട് അവരാണെങ്കിൽ ഭയങ്കര നാണം. എന്നിട്ട് പാത്തൂസുമായിട്ട് അവിടെ നിന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. നമ്മളിവിടെ എഴുപുന്ന കുമ്പളങ്ങി ആ ഒരു സൈഡിൽ നിന്നല്ലേ. പാത്തൂസിന്റെ വീടാണെങ്കിൽ കോട്ടയത്താണ്. ദേവനന്ദക്കുട്ടിയുടെ വീട് ഇവിടെ ഫോറത്തിന്റെ അടുത്ത് തന്നെയാണ്, എറണാകുളത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ദേവനന്ദക്കുട്ടി എത്തി. പാത്തൂസ് രാവിലെ വെളുപ്പിന് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. അങ്ങനെ പെപ്പയും ജോർജും വന്നപ്പോൾ പിന്നെ ഞങ്ങൾ ഓടി പെപ്പയുടെയും ജോർജിൻ്റെയും കൂടി ഈവന്റ് നടക്കുന്ന സ്ഥലത്തേക്ക് പോയി. ഭയങ്കര കളർഫുള്ളാണ്, കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടും കേട്ടോ. എല്ലാ കളേഴ്സും അവിടെ ഉണ്ട്. പിന്നെ ഒരുപാട് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. കുഞ്ഞപ്പനാണെങ്കിൽ നമ്മളെ കൊണ്ട് എന്ത് ചെയ്യിപ്പിക്കാൻ പോവാണ് എന്നൊരു രീതിയിൽ നിൽക്കുകയാണ് കേട്ടോ. അവൻ എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. അവസാനം എന്തേ അവിടെ ആ ഒരു റിബണൊക്കെ കെട്ടി അവരെ 3 പേരെയും കൊണ്ട് ആ റിബൺ മുറിപ്പിച്ചു. അങ്ങനെ ആ ഒരു ഇവന്റ് അവിടെ ഇനാഗുറേറ്റ് ചെയ്തു. അവിടെ മ്യൂസിക് ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷെ അത് നമുക്ക് വീഡിയോയിൽ കേൾപ്പിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ്. അങ്ങനെ പയ്യെ പെപ്പയും ജോർജും കൂടി അകത്തേക്ക് കയറി. നല്ല രസമുണ്ട് കേട്ടോ അവരെ നേരിട്ട് കാണാൻ വേണ്ടി. അങ്ങനെ 3 പേരും സ്റ്റേജിൽ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. നമ്മുടെ എല്ലാവരുടെയും ഒരു ചോദ്യമാണ്, എവിടെയാണ് നമ്മൾ പോകുന്നത്, എങ്ങനെയാണ് വെക്കേഷൻ സ്പെൻഡ് ചെയ്യുക. അപ്പോൾ പാരൻസിനും എനിക്ക് തോന്നുന്നൊരു പെർഫെക്റ്റ് ആൻസർ ആണ് ഇവിടെ ഫോറത്തിൽ വന്ന് ഇവർക്ക് ഇഷ്ടമുള്ള കാർട്ടൂൺ ക്യാരക്ടേഴ്സിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത്. എല്ലാവരും ഒക്കെ കാണാനായിട്ട് വരണം. താങ്ക് യു. ഇഷ്ടമാണ്. വീഡിയോ കാണാറുണ്ട്. താങ്ക് യു. പെട്ടെന്നായതുകൊണ്ട് കുഞ്ഞപ്പനൊന്ന് പകച്ചു പോയി കേട്ടോ. കുഞ്ഞപ്പനെയും മൈക്ക് കൊടുത്തപ്പോൾ ആദ്യം അവൻ എന്താ പറയേണ്ടതെന്ന് അറിയാൻ മേലാണ്ട് നിന്നു. പിന്നെ ഒന്നും കൂടി മൈക്ക് കൊടുത്തപ്പോഴാണ് പെപ്പ പിഗിനെ നിങ്ങൾക്ക് ഇഷ്ടമാണോ, നിങ്ങൾ കാണാറുണ്ടോ, നന്ദി എന്നൊക്കെ പറഞ്ഞത്. അത് കഴിഞ്ഞത് ഡാൻസ് ആയിരുന്നു. അവിടെ മ്യൂസിക് ഇട്ടിട്ട് പെപ്പ പിഗ്സുമായിട്ട് അവരെല്ലാവരും നല്ല ഡാൻസ് ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഡാൻസൊക്കെ കഴിഞ്ഞപ്പോൾ ദേവനന്ദക്കുട്ടിയുടെയും പാത്തൂസിനെയും കൈ പിടിച്ചവനിങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ എക്സ്പെരിമെൻറ്റ് ടൈം ആയിരുന്നു കേട്ടോ. ഭയങ്കര ഫണ്ണായിരുന്നു. അതുപോലെ കുട്ടികൾക്ക് ഇതൊക്കെ നല്ല അറിവുകളൊക്കെ കൊടുക്കും കേട്ടോ. ഡ്രൈ ഐസിൽ നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് അപ്പോൾ നല്ല പുക വരുമല്ലോ, അതൊക്കെ കാണിച്ചു കൊടുത്തു. കുട്ടികൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്കും അത് ഭയങ്കര ഇഷ്ടമായി. നമ്മുടെ കുഞ്ഞിൽ നമ്മൾ ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഞാൻ കോളേജിലൊക്കെ പഠിക്കുമ്പോഴാണ് ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തിരിക്കുന്നത്, ഇങ്ങനെ എക്സ്പെരിമെൻറ്റ്. ഇതല്ല, ഇതിൽ ഹെവി സാധനങ്ങൾ. എന്നാലും നമ്മൾ ചെറുതായിരിക്കുമ്പോൾ ഇങ്ങനെ പുക വരുന്നത് കാണുമ്പോഴൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുമല്ലോ. അങ്ങനെ അതെല്ലാം ചെയ്തു. അത് കഴിഞ്ഞ് അവിടെ കുറേ ഗെയിംസ് ആക്ടിവിറ്റീസും വേറെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞത് അതിലും അടിപൊളി ആക്ടിവിറ്റി ആയിരുന്നു കേട്ടോ. ഡ്രോയിങ് കളറിങ് ഒക്കെ ആയിരുന്നു. കുഞ്ഞപ്പനാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ഈ കളർ ചെയ്യാൻ വേണ്ടി. ഇഷ്ടമുള്ള കളറൊക്കെ എടുത്ത് അടിക്കും കേട്ടോ. തത്തമ്മേനൊക്കെ പച്ചത്തത്തമ്മ, നീലത്തത്തമ്മ അങ്ങനെ പലതാക്കി വെക്കും. അവിടെ ഒരുപാട് പിക്ചേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഏത് വേണമെങ്കിലും കളർ അടിക്കാൻ, വരയ്ക്കുക, എല്ലാം ചെയ്യാം. അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ കുഞ്ഞപ്പൻ്റെ ഫേവറേറ്റ് അതൊന്നും അല്ലത് ഈ ബോവാൻ ആരോയാണ്. എൻ്റെ പൊന്നെ അമ്പും വില്ലും വിടാൻ എനിക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്നിട്ട് ഞാൻ ഒരെണ്ണം വിട്ടു നോക്കി. ഞാൻ വിട്ടു നോക്കിയപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് കൊണ്ടു. പക്ഷെ നമ്മൾ
ചെയ്തിട്ടുള്ളൂ, വലിയവർക്കുള്ളതല്ല, വലിയവർക്കൊന്നും അവിടെ ചെയ്യാൻ പറ്റില്ല, കുട്ടികൾക്ക് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ കുഞ്ഞപ്പൻ അവിടെ നിന്ന് കളിക്കുകയൊക്കെ ചെയ്തു. അതെല്ലാം കഴിഞ്ഞ് നേരെ ഇത് മീൻപിടുത്തമല്ല, ഫിഷിംഗ് അല്ല, ഇത് കുഞ്ഞു കുഞ്ഞു ഡക്കാണെന്ന് തോന്നണം കേട്ടോ. അപ്പോൾ ആ ഡക്കിനെ ഇങ്ങനെ പിടിക്കണം, ചൂണ്ടയിട്ട് പിടിക്കുന്ന പോലെ. അപ്പോൾ അവരവിടെ ഇരുന്ന് പിടിക്കായിരുന്നു കേട്ടോ. കുഞ്ഞപ്പൻ അത് 1-2 പിടിച്ചിട്ട് പിന്നെ പുള്ളിക്ക് മൂടില്ല, നേരെ ഓടിച്ചെന്ന് ആ അമ്പും വില്ലുവാണ് അവൻ്റെ ലക്ഷ്യം മുഴുവനും. കുറേ നേരം അവിടെ നിന്ന് കളിച്ചാളെ. ഇതല്ലാണ്ട് മറ്റേ റിങ്സ് എറിയുന്ന ആ ഗെയിമില്ലേ, ഇങ്ങനെ ഓരോ ഗ്ലാസ്, ഒരു കപ്പ് പോലെ സംഭവം കമത്തി വെച്ചിട്ട് നമ്മൾ ആ കപ്പിൻ്റെ മുകളിൽ ആ റിങ് ഇങ്ങനെ കറക്റ്റായിട്ട് ഇടണം, അതാണ് കേട്ടോ. അപ്പോൾ അത് ഇതിൻ്റെ അകത്ത് കാണിക്കാത്ത സീൻസ് എല്ലാം ഞാൻ ഷോർട്ട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, അതിൽ കാണിക്കാത്തതല്ല ഇതിലും കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് അഭിപ്രായം ചോദിക്കുകയാണ്. ഇത്ര നേരം എങ്ങനെ ഉണ്ടായിരുന്നു, ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ കുഞ്ഞപ്പനോടും പാത്തോസിനോടും ദേവനന്ദക്കുട്ടിയോടും ഒക്കെ ചോദിക്കുകയാണ്. അപ്പം 3 പേരും അവരുടെ അഭിപ്രായങ്ങളൊക്കെ പറയാണ് കേട്ടോ. കുഞ്ഞപ്പനാണെങ്കിൽ അവിടെ നിന്ന് വരണമെന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ, കുട്ടികളൊക്കെ ഇവിടെ ഉണ്ട് നിറച്ച്. അപ്പോൾ എല്ലാവരുമായിട്ടും കളിക്കാനുള്ള ഒരു മൂഡിലായിരുന്നു കക്ഷി കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് നേരം കൂടിയൊക്കെ ഞങ്ങൾ അവിടെ ഇരുന്ന് കളിച്ച് കഴിഞ്ഞിട്ടാണ് തിരിച്ച് വീട്ടിലോട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അന്ന് ചുമ്മാ എടുത്താണ് കേട്ടോ ഈ വ്ളോഗ്, അവിടുത്തെ കാര്യങ്ങളെല്ലാം കൂടി കൂട്ടി. പിന്നെ ഞാൻ വിചാരിച്ചു ഇത് ഷോർട്സിൽ തന്നെ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ, അതാണ് ഞാൻ പിന്നെ വ്ളോഗ് ഇടാതിരുന്നത്. പിന്നെ ഇപ്പോൾ കുറേ പേര് വ്ളോഗ് ഉണ്ടോ ചേച്ചി, ആ വീഡിയോയുടെ വ്ളോഗ് ഉണ്ടോ എന്ന് ചോദിച്ചു, അതുകൊണ്ടാണ് കേട്ടോ ഇതിട്ടത്. അങ്ങനെ 3 പേരും വെള്ളമൊക്കെ കുടിച്ച് സെറ്റായി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പം നിങ്ങൾ പെപ്പാ പിഗിൻ്റെ ഇവൻറ്റിന് പോകണമെന്നുണ്ടെങ്കിൽ ബുക്ക് മൈ ഷോ വഴി ബുക്ക് ചെയ്യുക. 199 രൂപയാണ് ടിക്കറ്റിനെന്ന് എനിക്ക് തോന്നണത്. അപ്പോൾ ബുക്ക് ചെയ്തിട്ട് നേരെ നിങ്ങൾ പൊക്കോ. അടുത്ത മാസം വെക്കേഷൻ തീരുന്നവരെ ഈ പരിപാടി അവിടെ ഉണ്ടാകും. എല്ലാവരും പോവുക, എൻജോയ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.